ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വി വ്ളോഗ്സ്. അപ്പോൾ ടെമ്പിൾ വിസിറ്റിൻ്റെ പാർട്ട് 2 വീഡിയോയിലോട്ട് വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ പുലർച്ചെയുള്ള യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ സാധാരണ KSRTC ഫാസ്റ്റ് പാസഞ്ചർ ഒരു 5 മണിക്കുള്ളതിലായിരുന്നു പോകാറുണ്ടായിരുന്നത്. അത് ഡയറക്റ്റ് ശങ്കരമംഗലത്ത് കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. ബട്ട് ഇപ്പോൾ കണക്റ്റഡ് ബസ് വഴിയാണ് പോണത്. ഇതൊരു 6 മണിക്ക് വരും. ഇതിൽ പാരിപ്പള്ളിയിൽ നമ്മളെ കൊണ്ടിറക്കും. അത് ഇപ്പോൾ ഒരു 10 മിനിറ്റത്തെ ഒരു ട്രിപ്പാണ് കേട്ടോ, ഒരു യാത്രയാണ്. അപ്പോൾ പുലർച്ചെയുള്ള സീനുകളൊക്കെ കണ്ടങ്ങ് ആസ്വദിച്ച് അങ്ങ് വിൻഡോ സീറ്റ് കിട്ടി. അപ്പോൾ അവിടെ തന്നെ അങ്ങ് ഇരിക്കുകയാണ്. അങ്ങനെ പാരിപ്പള്ളിയിലെത്തി. അപ്പോൾ ഇവിടെ ദാണ്ട് ഹാർട്ട് പാർട്ട് പോലെ എന്നൊക്കെ പറയാം. ബ്രിഡ്ജ് പണിയും കിടക്കുന്നുണ്ട്, ഇത്തിരി പൊട്ടിപ്പൊളിഞ്ഞടക്കുകയാണ്. അപ്പോൾ ദാണ്ട് KSRTC ബസ് എത്തിയിട്ടുണ്ട്. നമ്മൾ കയറിയിട്ടുമുണ്ട്. അതൊരു ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ കയറി കേട്ടോ. അപ്പോൾ ഒരു 7 മണി 7:15 എന്തായാലും നമ്മൾ ശങ്കരമംഗലത്തെത്തും. അപ്പോൾ അങ്ങനെ ഹെഡ്സെറ്റൊക്കെ വെച്ച് നല്ല പാട്ടൊക്കെ കേട്ടങ്ങ് ഇരിക്കുകയാണ്. പിന്നെ വിൻഡോ സീറ്റൂടെ കിട്ടിയപ്പോൾ പിന്നെ ഓക്കെ ശുഭ വ്യൂസും കണ്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഉറങ്ങുകയും ചെയ്തു കേട്ടോ. ആക്ച്വലി ഞാനിവിടെ കുറേയൊക്കെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല വീഡിയോസ്. സിറ്റി വ്യൂസാണ് കൂടുതലും എനിക്ക് എടുക്കാൻ പറ്റിയത്. ബട്ട് ഒരുപാട് എത്തിക്കൂടിയൊക്കെ പോകുമ്പോൾ ശങ്കരമംഗലം അടുത്തൊക്കെ എത്താറാവുമ്പോൾ നല്ല ഒരു നീണ്ടകര പാലം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാലമൊക്കെ ഉണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ ഭയങ്കര 2 സൈഡിലും വെള്ളവും പിന്നെ അവിടെ ഭയങ്കര ഫിഷിങ്ങിനൊക്കെ ഭയങ്കര ഇതായിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് നല്ല രസമായിരിക്കും. സൂപ്പർ വ്യൂസൊക്കെ ആയതുകൊണ്ട് നല്ലപോലെ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റും. 1 മണിക്കൂറത്തെ ട്രിപ്പ് തടി എന്ന് പറഞ്ഞ് പോവും. അങ്ങനെ ഓട്ടോയിൽ കയറി അവിടെ ശങ്കരമംഗലത്തെത്തിയാൽ പിന്നെ ഓട്ടോയിൽ കയറിയുള്ള യാത്ര ആണ്. അങ്ങനെ 3-4 മിനിറ്റത്തെ യാത്ര ഏതാണ്ട് തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഓട്ടോയിൽ നിന്നിറങ്ങി ഇനി ജങ്കാറിൻ്റെ അങ്ങോട്ടേക്ക് നടക്കുകയാണ് ചെയ്യുന്നത്. ഈ വള്ള സർവീസും പിന്നെ ജങ്കാർ സർവീസും രണ്ടും ഉണ്ട്. രണ്ടും ഫ്രീ ഓഫ് കോസ്റ്റാണ്. നമ്മൾ കോസ്റ്റിനെ കുറിച്ചൊന്നും ബോധപ്പെടാവേണ്ട. പിന്നെ നല്ല പീസ്ഫുൾ എൻവയോൺമെൻ്റ് ആണ് കേട്ടോ. പുഴയുടെ നടുക്കാണ് നമ്മൾ അമ്പലം. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്പലത്തിന് ചുറ്റുപാടും നല്ല മനോഹരമാണ്. നല്ല പ്രകൃതി രമണീയം എന്നൊക്കെ പറയത്തില്ല, ആ രീതിയിലാണ്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പുറത്തെ സൈഡിലേക്ക്. അങ്ങനെ നമ്മൾ ഇറങ്ങി ഇനി നേരെ അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉത്സവം നടക്കുമ്പോൾ ഈ സൈഡിൽ ടെൻറ്റ് പോലെ കെട്ടിയിടത്തില്ലേ, അതുപോലെ എപ്പോഴും ഇവിടെ കുറേ ടെൻറ്റുകളിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. അപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് നമുക്ക് ഇപ്പോൾ പൊങ്കാലുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് വന്നാൽ മതി. അങ്ങനെ അമ്പലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ അമ്പലത്തിൽ കയറി ആദ്യം തന്നെ നമ്മൾ ചെല്ലുന്ന കൗണ്ടറിലേട്ടാണ്. അവിടെ ആദ്യമേ പോയി ബുക്ക് ചെയ്യണം. അങ്ങനെ പേരും നാളും ഒക്കെ പറഞ്ഞ് പൈസ ഒരു 40 രൂപയാണ് വേണം. അപ്പോൾ അതും കൊടുത്ത് നമുക്ക് റെസിപ്റ്റ് കിട്ടും. അത് നേരെ പൂജാരിയുടെ കൈ കൊണ്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് തെറ്റിപ്പൂവിൻ്റെ ഹാരങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരേ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങി കൊടുക്കുകയും ചെയ്യാം. ദേവിക്ക് വളരെ പ്രിയമാണ്, അതിനും റെസിപ്റ്റ് വേണം. അങ്ങനെ ചെന്നപ്പോൾ തന്നെ പൂജയ്ക്കായിട്ട് അമ്പലം അടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ് ഒരു വലിയ വൃക്ഷമുള്ളത്. അവിടെയാണ് ഇതേപോലെ മണികളൊക്കെ കിട്ടുന്നത്. അങ്ങനെ ഇവിടെയുള്ള സ്പെഷ്യൽ കാഴ്ചയാണ് ഒരു കിണർ വഞ്ചിയാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നാഗര് വന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഇവിടെ ഉള്ള ഒരു കാഴ്ചയാണ്, 3-4 അമ്പലങ്ങളുണ്ട്. കൗണ്ടർ തിരിച്ചിട്ടാണ്. അപ്പോൾ അത് മുഴുവൻ എടുക്കാൻ പറ്റിയില്ല, ക്യാമറ ആക്ച്വലി അലൗഡ് അല്ല. ഇനി നമ്മൾ നേരെ കൗണ്ടറിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ പോയിട്ട് റെസിപ്റ്റിൽ നമ്മളെ പേര് വിളിച്ചിട്ട് നമുക്ക് മണിയുടെ അത് തരും. എത്രയാണ് ഒരാൾ പറഞ്ഞിട്ടുള്ളത് അത്ര വെച്ച് ഇങ്ങനെ തരും. ഇനി നമ്മൾ നേരെ ആ വൃക്ഷത്തിൻ്റെ അടുത്താണ് പോണത് കേട്ടോ. ഇനി അവിടെ ചെന്നിട്ട് അവിടെ 7 തവണ വലം വെച്ച് നമ്മളുടെ ആഗ്രഹം പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ മണി കെട്ടണം. പിന്നെ ഇത്രയും മണികൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം വിശ്വാസികളുണ്ടെന്നും ഇവിടുത്തെ ദേവിയുടെ ശക്തിയും. നമ്മൾ ശുദ്ധ മനസ്സോടുകൂടി വന്ന് നമ്മളുടെ ആഗ്രഹം, ആർക്കും ഉപദ്രവം ഇല്ലാത്ത ആഗ്രഹങ്ങൾ വന്ന് പറയണമെങ്കിൽ ഉറപ്പായിട്ട് നടത്തി തരും. പിന്നെ 7 മാസം 7 തവണയായിട്ട് വന്ന് മണി ആഗ്രഹം പറഞ്ഞ് കെട്ടുമ്പോഴാണ് അതിൻ്റെ ഫലത്തെത്തിക്കൂടെ ആവുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അമ്പലമുറ്റത്തൊക്കെ വന്നിരുന്നു. അങ്ങനെ അമ്പലത്തിന് തൊട്ട് ഓപ്പോസിറ്റായിട്ട് ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ നാമജപങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ദാണ്ട് ഇവിടെ ഷെഡിട്ടൊരു സൗകര്യമുണ്ട്. പൊങ്കാലിടാൻ വേണ്ടിയാണ്. ആഗ്രഹസാഫല്യം നടന്നവർ വന്ന് പൊങ്കാലിടണം, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഒരു ഓവറോൾ വ്യൂ ഒക്കെ ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ അമ്പലം കടലിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. വളരെ മനോഹരമാണ് കേട്ടോ. ഈ ഭാഗമൊക്കെ ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇത്തിരി നേരം വന്ന് ഇവിടെ റെസ്റ്റൊക്കെ ചെയ്തിട്ട് ഇത്തിരി ഒന്ന് നിന്നിട്ടൊക്കെ അങ്ങ് പോവാം. അപ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കാതൊക്കെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഹാളുണ്ട് കേട്ടോ. അമ്പലത്തിന് തൊട്ടടുത്തായിട്ട് എല്ലാ ദിവസവും അന്നദാനമുണ്ട്, കഞ്ഞിയും പയറും ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുക.
അപ്പോൾ ഇതാണ്ട് ഇവിടെ പരിസരത്തുള്ള കടകളൊക്കെ ആണ്. അപ്പോൾ ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് രൂപങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ തിരിച്ചുള്ള യാത്ര ഇത്തിരി തിരക്കുള്ളതായതുകൊണ്ട് തന്നെ ഞാനങ്ങനെ വീഡിയോസൊന്നും എടുത്തില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.